എല്ലാവർക്കും വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം. അവനാണോ കിങ്? അതും ചെറിയ ടീമിനെ പഞ്ഞിക്കിട്ടവനും. പാക് നായകനെ രൂക്ഷമായി വിമർശിച്ച് സഹതാരം. ബാബർ അസമിനെ രൂക്ഷമായി വിമർശിച്ച് സഹതാരമായ അഹമ്മദ് ഷെഹ്സാദ്. പാകിസ്ഥാനും അസമിനുമെതിരെ മുൻ താരങ്ങളും വിമർശനങ്ങളുമായി എത്തിയിരുന്നു. എന്നാൽ ഷെഹ്സാദ് രൂക്ഷമായാണ് വിമർശനം നടത്തിയത്. ടീമിനെ ജയിപ്പിക്കാനാകാത്ത ആളെ കിങ് എന്ന് വിളിക്കാനാകുമോ എന്നാണ് ഒരു TV ഷോയിലെ അഭിമുഖത്തിൽ ഷെഹ്സാദിന്റെ ചോദ്യം. ചെറിയ ടീമുകൾക്കെതിരെ അടിച്ചു തകർക്കുന്ന ബാബർ ശരിക്കും കാണികളെ പറ്റിക്കുകയാണ്. PCB നല്ല പ്രകടനം നടത്താൻ അവരുടെ ശമ്പളം ഉയർത്തിയിട്ടും അതിൻ്റെ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ICC ടൂർണമെൻറ്റുകളിൽ ബാബറിൻ്റെ സ്ട്രൈക്ക് റേറ്റും ബാറ്റിംഗ് ശരാശരിയും മോശമാണ്. ശരാശരി 27 ആണെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് 112 മാത്രമാണ്. പാകിസ്ഥാൻ തോൽവിയുടെ പ്രധാന കാരണവും അതുതന്നെ. ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കാത്ത ആളെ പിന്നെ എങ്ങനെ കിങ് എന്ന് വിളിക്കും? അവസാന മത്സരത്തിൽ കാനഡയോട് ജയിച്ചെങ്കിലും സൂപ്പർ 8-ലെത്താനുള്ള സാധ്യത മറ്റു ടീമുകളെ കൂടി ആശ്രയിച്ചിരിക്കും. ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യയുടെ എതിരാളി അവർ തന്നെ. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ രോഹിത്തും സംഘവും ജൂൺ 24-ന് സെന്റ് ലൂസിയയിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയെ നേരിടും. സൂപ്പർ 8-ൽ ഗ്രൂപ്പ് 1-ലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും. മറ്റു രണ്ടു ടീമുകൾ ഏതാണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും രണ്ടാം ഗ്രൂപ്പിൽ വെസ്റ്റ് ഇൻഡീസും ദക്ഷിണാഫ്രിക്കയും സ്ഥാനമുറപ്പിച്ചു. 8 ടീമുകളെ 2 ഗ്രൂപ്പുകളാക്കിയതിൽ നിന്നും ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർ സെമി ഫൈനലിലേക്ക് കയറും. ജൂൺ 20-നാണ് സൂപ്പർ 8-ലെ ആദ്യ പോരാട്ടം. ജൂൺ 22-നാണ് ഇന്ത്യയുടെ രണ്ടാം മത്സരം. ജൂൺ 24-നാണ് മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം, അതും ഓസ്ട്രേലിയക്കെതിരെ. ഏകദിന ലോകകപ്പിലെ തോൽവിക്ക് കണക്കു തീർക്കാൻ തന്നെയാകും ഇന്ത്യ ഇറങ്ങുക. ലോകകപ്പിലെ തോൽവിക്ക് കണക്കു തീർക്കാൻ ഇന്ത്യക്കാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.